അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഹലോ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ വഴുതന അതാ പൊടി പൊടിഞ്ഞ് നിന്നു. ഒരുപാട് ഉയരത്തിൽ പോകുമ്പോൾ ഞാൻ വിചാരിച്ചതാണ് ഇതിങ്ങനെ മറിയുന്നു. വേനൽക്കാലത്തൊന്നും പോവാതെ ഞാൻ വെള്ളം ഒഴിച്ചുണ്ടാക്കിയതാണ്. എന്താ നിറച്ച് പൂവും കായൊക്കെ ആയി നിൽക്കുന്നത്. ഒരുപാട് ഉയരം അങ്ങോട്ട് തഴച്ച് പൊങ്ങി. അതിപ്പോൾ ആകെ ചെരിഞ്ഞു മറിഞ്ഞു പോയി. ഇനി ഞാനിതിനെ വെട്ടി അതിൻ്റെ കട നിർത്തി വെച്ച് പൊടിക്കുമോ നോക്കാനാണ് പോണത്. നിറച്ച് വഴുതന കണ്ടായി നിൽക്കുന്നുണ്ട്. എനിക്ക് വിഷമാവണുണ്ട് കാണുമ്പോൾ. എന്തായാലും ഞാൻ അതൊക്കെ വെട്ടി മാറ്റി എടുക്കട്ടെ. അപ്പോൾ നിങ്ങളിങ്ങനെ വഴുതന കഴിഞ്ഞ് വഴുതന വല്ലാതെ വലുതായി പോകുമ്പോൾ അതിൻ്റെ തല നീളം കുറച്ചിട്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇതേമാതിരി അതേപോലെ ആയി ഒക്കെ വെട്ടി കളയേണ്ടി വരും. മറിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അത് നീക്കി നിർത്തിയാലൊന്നും അത് നിൽക്കില്ല. ഉണ്ടോ കട ഇളകി. ഇനി ഞാനത് ഒക്കെ വെട്ടി മാറ്റി ഇത്തിരി വളമൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അല്ലാതെ പാകില്ല. അപ്പോൾ ഇനി വഴുതനങ്ങ വളർത്തുമ്പോൾ എന്തായാലും ഞാനത് ഒരുവിധം ആയി കഴിഞ്ഞ് ഇനി വേറെ വഴുതന തൈയൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഈ പറഞ്ഞ മാതിരി ഇത് വലുതായി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ തല മുറിച്ചിട്ടേക്കുക. അപ്പോൾ അത് അധികം ഉയരമില്ല. അതൊക്കെ പൊടിച്ച് വരുന്നുണ്ട്. വേര് ഇളകി കട ഇളകിയുണ്ട്. വേര് പൊട്ടിയെന്ന് അറിയില്ല. പൊടിക്കുമെന്ന് വിചാരിക്കണം. നിറച്ച് വഴുതനുണ്ട്. അപ്പോൾ ഇതൊക്കെ വെട്ടി മാറ്റി ഞാൻ കുറച്ച് വളം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ ചോട്ടിൽ ഈ തോലൊക്കെ ഇതിൻ്റെ ചോട്ടിൽ തന്നെ ഇട്ട് കൊടുക്കാനാണ്. കുഞ്ഞ ഉണ്ണി വഴുതനൊക്കെ ഉണ്ട്. വേനൽക്കാലത്ത് ഉണങ്ങി പോകാതിരിക്കാൻ വെള്ളം ഒഴിച്ച് വളർത്തി ഉണ്ടാക്കി വഴുതനൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ മഴ പെയ്തപ്പോഴാണ് വഴുതന പോയത്. ഞാൻ ഈ തോലൊക്കെ വെട്ടി ഇനി ഇതൊക്കെ ഇതിൻ്റെ കടക്കൽ തന്നെ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ ചെടിക്കൊക്കെ എല്ലാ വേസ്റ്റുകളും ഒരിക്കലിട്ടിട്ട് അതിങ്ങനെ ദഹിച്ച് കമ്പോസ്റ്റ് പോലെ ആയിട്ട് അതാണ് ഞാൻ എൻ്റെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ വാരി കൊണ്ടിരിക്കുന്നുണ്ട്. അത് ചൂട്ടിലിട്ട് കൊടുത്തിട്ട് ഈ തോലൊക്കെ അതിൻ്റെ ചൂട്ടിൽ തന്നെ ഇട്ട് കൊടുക്കണം. എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും. ഞാൻ ഈ വഴുതനയുടെ ഇലക്ക് ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ അതിന് വളമായിട്ട് ഇരിക്കും. ഇന്ന് മീൻ നന്നാക്കിയ വെള്ളവും കഞ്ഞിവെള്ളവും പച്ചക്കറി നന്നാക്കിയതും ആ വേസ്റ്റൊക്കെ ഞാൻ ഒന്ന് ഇതിൻ്റെ കടക്കിൽ തന്നെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അതൊക്കെ ചെന്നിട്ട് ഇനി അത് വീണ്ടും താഴ്ച വളരട്ടെ. അതിൻ്റെ കടക്ക ഞാനൊരു കുഴി തോണ്ടിയിട്ട് ഇന്നത്തെ മീനിൻ്റെ വേസ്റ്റൊക്കെ അതിൻ്റെ കടക്കിലാണ് ഇട്ട് കൊടുക്കുന്നത്.
വെക്കുമ്പോൾ കുറേ വളമൊക്കെ ഇട്ട് കൊടുത്തതാ വലുതാവാൻ. പിന്നെ ഞാൻ വളം ഇട്ട് കൊടുക്കാറില്ല, എന്നാലും അത് നന്നായി ഉണ്ടായി. കമ്പോസ്റ്റ് വളം ഒത്തിരി ഇട്ട് കൊടുക്കട്ടെ. ഇനി മഴ പെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ തട്ടാതിരിക്കാൻ കഞ്ഞിവെള്ളം, ഇന്നത്തെ കഞ്ഞിവെള്ളവും അതിൻ്റെ കടക്കിൽ തന്നെ ഒഴിക്കും. മഴ കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ ഒരു ചാക്ക് കൊണ്ട് മറയ്ക്കും. മഴ അധികമായാലും കുഴപ്പം, കുറവായാലും കുഴപ്പം. ഓക്കേ. ഇനി പൊടിച്ച് വരുന്നവരെ ചാക്ക് മുകളിലിട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇനി വഴുതന ആരും വലുതാവാൻ സമ്മതിക്കണ്ട കേട്ടോ, അതേമാതിരി ഒടിഞ്ഞു പോകും.